മർഡർ റിപ്പോർട്ട് ഇന്നൊരു ദിവസം കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സിനിമയോട് ഇല്ല. കൊച്ചി ലൊലോമാളിലുള്ള PVR Audi 3 ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. പക്ഷേ ഈ സിനിമ മർഡർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ കൊറിയൻ സിനിമ സ്കോപ്പ് റേഷ്യോ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. മർഡർ റിപ്പോർട്ട് ഒരു കൊറിയൻ മൂവിയാണ്. വല്ലപ്പോഴുമാണ് ഇവിടെ എറണാകുളത്ത് ഒരു കൊറിയൻ പടങ്ങളൊക്കെ റിലീസ് ആവുന്നത്. അപ്പോൾ റിലീസ് ആയി കഴിഞ്ഞാൽ തന്നെ ഇത് വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീക്ക് ഡേ മുതൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ കണ്ടാലേ ഉള്ളൂ. അപ്പോൾ ഈ മർഡർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ കൊറിയൻ പടം ഇങ്ങനെ തന്നെയാണ്. വെള്ളിയാഴ്ച റിലീസായിരുന്നു. വെള്ളി, ശനി, ഞായർ. ഇന്ന് ഞായറാണ്. ഇന്നത്തോടുകൂടി ഈ സിനിമ ഇവിടെ നിന്ന് മാറി. അപ്പോൾ നാളെ മുതൽ വീക്ക് ഡേയ്സിൽ ഈ പടം ഇല്ല. അപ്പോൾ വീക്ക് ഡേയ്സിൽ PVR പാസ്പോർട്ടൊക്കെ ഉപയോഗിച്ച് ഈ പടം കാണാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. സർപ്രൈസിംഗ്ലി ഈ പടത്തിന് ആളുണ്ടായിരുന്നു. ഒരു 20 പേരിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ പടം നാളെ മുതലില്ല. എന്നാൽ 10-ൽ താഴെ ആളുകളുള്ള ഇപ്പോൾ ചില റീ റിലീസൊക്കെ വരുന്നുണ്ട്. നായകൻ, അമരം, അങ്ങനെയുള്ള പടങ്ങളൊക്കെ ആളുകളില്ല, ഷോ നടക്കുന്നില്ല. എന്നാൽ പോലും വീക്ക് ഡേയ്സിലുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ഈ മർഡർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ മൂവി അല്ലെങ്കിൽ ചേംബർ പീസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഇത് ഒരു ആകെ ഈ പടത്തിൽ 3 മെയിൻ ക്യാരക്ടറേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഹോട്ടൽ റൂമിന്റെ ഒരു സ്വീറ്റ് റൂമിൽ നടക്കുന്ന കഥയാണ്. ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന ഒരു ജേർണലിസ്റ്റിന് ഒരു ഫോൺ കോൾ വരുന്നു. ഒരു സീരിയൽ കില്ലറാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ 11 കൊല ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നൽകാമെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബ്രേക്ക് കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹം, പിന്നെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ്, അതും ഒരു സീരിയൽ കില്ലറിന്റെ. അപ്പോൾ ഈ നമ്മുടെ നായിക ചെല്ലുകയാണ്. ഇയാൾ പറയുന്ന ഒരു ഹോട്ടൽ റൂമിന്റെ സ്വീറ്റ് റൂമിൽ ചെന്ന് അവിടെ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നു. അപ്പോൾ അതിനിടയിൽ നടക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചേംബർ പീസ് ഫിലിം എന്ന് പറയുമ്പോൾ ഒരു ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് കൂടുതലും ഈ ക്യാരക്ടേഴ്സ് വളരെ കുറവായതുകൊണ്ട് ഇതിന്റെ പ്രധാനമായിട്ട് 2 ക്യാരക്ടർ, ഈ നായകൻ, നായിക എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സിന്റെ കോൺവെർസേഷൻ ആണ് ഭൂരിഭാഗവും. ഈ സിനിമയുടെ 80% സമയം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരു കഥ ഉണ്ടാക്കുക, അതൊരു ത്രില്ലർ ആ ഒരു രീതിയിലേക്ക് വരിക, അത് ട്വിസ്റ്റ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ബാക്ക് ടു ബാക്ക് കുറെ ട്വിസ്റ്റുകൾ വരിക, അങ്ങനെയുള്ള രീതിയിലാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. സംഭവം ആ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോറടിക്കാതെ ഈ സിനിമ മുമ്പോട്ട് പോകുന്നുണ്ട്. 1.25 മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഇതിൽ ആദ്യത്തെ കുറച്ച് നേരം കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതിനിടയിൽ ഒരു ട്വിസ്റ്റ് വരുന്നു. ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഞെട്ടിത്തെറിക്കുന്ന ട്വിസ്റ്റ് അല്ല, കഥാഗതിയിൽ വരുന്ന ആ ഒരു വഴിത്തിരിവിനെയാണല്ലോ നമ്മൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കാതെ ഒരുപാട് ട്വിസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. കഥ ഡെവലപ്പ് ആവുന്നു. ഇവർ തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ, അതായത് ഒരു സീരിയൽ കില്ലറിന്റെ ഇന്റർവ്യൂ ആണല്ലോ. ആ ഇന്റർവ്യൂവിൽ അയാൾ ഓരോരോ കാര്യങ്ങളായിട്ട് റിവീൽ ചെയ്യുന്നു. അയാൾ ആരാണെന്നും അയാൾ എന്ത് കൊണ്ട് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നു, അതിനുള്ള റീസൺ പറയുന്നു. ആ രീതിയിലേക്ക് പോകുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന നമ്മുടെ നായികയുടെയും ഈ നായകന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ അതിനകത്തേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ചേംബർ പീസ് പടങ്ങൾക്ക് ഉള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിൽ നിന്ന് കഥ പറയുന്നു. ആ കഥയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനകത്ത് 3 ക്യാരക്ടറാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അവരിൽ ഒതുങ്ങി നിൽക്കുന്ന കഥയായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ട്വിസ്റ്റുകളെല്ലാം ഊഹിക്കാൻ പറ്റും. പിന്നെ പണ്ടൊക്കെ കൊറിയൻ പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്വിസ്റ്റ്, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള കുറെ കഥാഗതികളൊക്കെയാണ് ഇവരുടെ ആ രീതിയിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ കൊറിയൻ സിനിമയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊറിയൻ മൂവി ഗ്രൂപ്പുകൾ ടെലഗ്രാമിലാണെങ്കിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടായിരുന്നു. കൊറിയൻ പടങ്ങൾ അവരുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു മെത്തേഡ്, നമ്മൾ സസ്പെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ സസ്പെൻസ് കൊണ്ടിരുന്ന ആളുകളും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ 2025 ഏറ്റവും പുതിയ ഒരു കൊറിയൻ പടം, അതൊരു സസ്പെൻസ് ത്രില്ലർ പടം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒന്നും എടുത്തു പറയാനില്ല. നമ്മൾ ഇന്ത്യൻ പടങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള ആ ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതായത് നമുക്ക് അങ്ങനെ ഒരു വാവ് ഫീൽ നൽകുന്ന ഒരു പടമൊന്നുമല്ല. ആക്ച്വലി ഒരു മീഡിയോക്കോർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊന്നും പടത്തിലില്ല. പടത്തിന്റെ മൊത്തത്തിലുള്ള സെറ്റിംഗ് കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഹോട്ടലിലെ സ്വീറ്റ് റൂം, അതിനകത്ത് 3 പേര്, ആ രീതിയിൽ നടക്കുന്ന കഥയാണ്. ആ കഥ എൻഗേജിങ് ആയിട്ട് ഒട്ടും ബോറടിക്കാതെ ഇവർ 1.25 മണിക്കൂർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന ട്വിസ്റ്റുകളാണെങ്കിലും അതിലെ സസ്പെൻസ് എലമെന്റ് ഒക്കെ ആണെങ്കിലും അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ വലിയ കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പും സിനിമകളിലൊക്കെ വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ പോലും ഓക്കെ, തീരെ മോശമല്ല എന്നുള്ള രീതിയിലുള്ള ആ രീതി ഞാൻ പറഞ്ഞല്ലോ, ഒരു മീഡിയോക്കോർ അനുഭവമായിട്ട് പോവാണ്. സോ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രി ഷോ ഇല്ല. അപ്പോൾ OTT വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് OTTക്കൊക്കെ പക്ക മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ ഒരു രാത്രി നമ്മൾക്ക് ഒരു ത്രില്ലർ പടം കാണുന്നു, ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും ഓഫർ ചെയ്യാത്ത, എന്നാൽ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സമയമൊന്നും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്ന ഒരു മീഡിയോക്കോർ, ഒരു ആവറേജ് ഫിലിമാണ് മർഡർ റിപ്പോർട്ട്.